കാനഡയിൽ വൻ മയക്കുമരുന്ന് വേട്ട നടക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, പിടിയിലായിരിക്കുന്നത് ഇന്ത്യൻ വംശജരാണ്. മയക്കുമരുന്ന് വേട്ട എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ട് കാണാനും കഴിയില്ല. ഏതാണ്ട് 60,000-ഓളം കറുപ്പ് ചെടികളാണ് അല്ലെ, കറുപ്പ് കൃഷി അത്രത്തോളം. അതെ, അത്തരത്തിലുള്ളൊരു നീക്കം തന്നെ ഇന്ത്യൻ വംശജർ നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത ആശങ്കപ്പെടുത്തുന്നതാണ്. നമുക്ക് ഈ വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ, യാഹൂ, പിന്നെ ന്യൂസ് കാനഡയിലെ അവരൊക്കെ ഒരുപാട് ഏജൻസികൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഞാനിത് നോക്കുമ്പോൾ, ഈ വാർത്ത നോക്കുമ്പോൾ ഇതിനകത്ത് എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ആശങ്ക എന്ന് പറയുന്നത് ഇതിൽ മലയാളികൾ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. കാരണം നമ്മുടെ ചങ്ങാതിമാര് ഇവിടുന്ന് പോയിട്ട് സാധാരണ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വെച്ച് കുറുക്കു വഴിയിലൂടെ പൈസ ഉണ്ടാക്കാനൊക്കെ ഉള്ള, പക്ഷെ പുതിയ തലമുറ, പഴയ തലമുറ അങ്ങനെ ആണെന്നല്ല ഞാൻ പറഞ്ഞത്, ചിലരൊക്കെ അങ്ങനെ ഉണ്ട്. പക്ഷെ പുതിയ തലമുറ ഒരു പരിധിവരെയൊക്കെ അങ്ങനെ അല്ലാത്ത ആളുകളാണ്. എന്തായാലും അത് താങ്ക് ഗോഡ് പെട്ടിട്ടില്ല. അതിന്റെ വലിയ ആശ്വാസം. നമ്മൾ മാറിയിരിക്കുന്നു എന്നതിന്റെ ഒരു അടയാളമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ത്യക്കാരാണ് ഇതിൽപ്പെട്ട 4 പേരും. 60,000 ചെടികൾ എന്ന് പറയുമ്പോൾ വലിയ ഒരു തോട്ടമാണ്. നമ്മുടെ ഇടുക്കിയുടെ മേഖലകളിലൊക്കെ, അല്ലെങ്കിൽ മലയോര മേഖലകളിലൊക്കെ, കിഴക്കൻ മലയോരങ്ങളില് കഞ്ചാവ് തോട്ടങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും നോർത്ത് ഈസ്റ്റിലൊക്കെ ഇത്തരത്തിലുള്ള കഞ്ചാവ് കൃഷിക്ക് ഒരു കാലത്ത് വൻതോതിൽ ചേരുന്നു. ഇപ്പോഴും അതൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഞാൻ ഈ അട്ടപ്പാടി പോലുള്ള പ്രദേശങ്ങളൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റൊക്കെ ഇപ്പോഴും റെയ്ഡിനൊക്കെ പോകാം. ചെറിയ ചെറിയ തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, സ്വന്തം ഉപയോഗത്തിനും അല്ലാതൊക്കെ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തായാലും അത് ക്രൈം തന്നെയാണ്, അത് നിരോധിക്കപ്പെടേണ്ടതാണ്, ഒട്ടും പ്രോത്സാഹിക്കപ്പെടേണ്ടതല്ല. പ്രത്യേകിച്ച് ഈ ഓപ്പിയം പോലുള്ള ചെടികൾ, ഓപ്പിയം പോപ്പി ചെടികൾ, ഇതാണ് കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ചെടിയാണ്. നമുക്ക് അതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക്, എന്താണ് ഓപ്പിയം, എങ്ങനെയാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്, എവിടെയാണ് അതിൻ്റെ നാട്, ഏതൊക്കെ രാജ്യങ്ങളാണ് അത് പ്രധാനമായി ഉൽപ്പാദിപ്പിക്കുന്നത്, എന്തിനൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുക. ഈ ഓപ്പിയത്തിന്റെ കായ, വിളഞ്ഞ കായ ഉണ്ടല്ലോ, ഈ കായിൽ നിന്നാണ്, അതിലൊരു പാലുണ്ട്, ഒരു മിൽക്ക് പോലെ വരുന്നുണ്ട്, ഒരു കട്ടിയുള്ള ഒരു പാലുണ്ട്. അത് കട്ടിയാക്കിയാണ് ഓപ്പിയം എന്ന മയക്കുമരുന്ന് കറുപ്പ് ഉണ്ടാക്കുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ വല്യമ്മ ഈ ശാരീരിക വേദനകൾക്ക് ഇല്ലാതാക്കാൻ വേണ്ടി സർക്കാർ അനുവദിച്ച ഓപ്പിയം റേഷൻ പോലെ കൊടുക്കുമായിരുന്നു. അത് റേഷൻ കിട്ടുന്നത് എവിടെന്നാന്ന് എനിക്ക് അറിഞ്ഞത്, അത് സർക്കാർ ഏജൻസികളിൽ നിന്നാണ് കിട്ടുന്നത്. അതിങ്ങനെ തോണ്ടിയെടുത്തിട്ട് ഇങ്ങനെ കഴിക്കുന്ന, നാവിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നത് ഞാൻ വളരെ ചെറുപ്പത്തിൽ കണ്ട എനിക്കൊരു വല്യമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ഞാൻ കറുപ്പെന്ന് പറയുന്ന വല്യമ്മയുടെ പല്ലൊക്കെ ഈ കറുപ്പിന്റെ കറയൊക്കെ പറ്റിയിട്ട് പ്രത്യേക ഇതൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഉള്ളത്. അപ്പൊ ഈ കറുപ്പിന്റെ ഈ ശാസ്ത്രീയ നാമം പിന്നെ പപ്പാവർ സമീഫിയറിയം എന്നാണ്. അത് ഉച്ചരിക്കാൻ തന്നെ വലിയ പ്രയാസമുണ്ട്. എന്തായാലും ഒരു ശാസ്ത്രീയ നാമം എന്തായാലും അതിന് ശാസ്ത്രീയമായിട്ട് പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പൊ അതിന്റെ ഉത്ഭവം മധ്യേഷ്യയും മെഡിറ്ററേനിയൻ പ്രദേശങ്ങളുമാണ്. ഇതിന്റെ ജന്മദേശം എന്ന് പറയുന്നത്, അതിന്റെ ജന്മദേശം എന്തായാലും നല്ല ദേശമാണ്. അതിന്റെ പരിപാടികൾ, ഉപയോഗം എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രത്തിൽ മോർഫിൻ, കോഡിൻ തുടങ്ങിയ ശക്തമായ വേദന സംഹാരികൾ ഇതിൻ്റെ അകത്താണ് ഉത്പാദിപ്പിക്കുന്നത്. മോർഫിൻ നമുക്കറിയാം, വേദനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സംഹാരിയായിട്ട്. അത് അനധികൃതമായി ഹെറോയിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഹെറോയിൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മാരകമായ മയക്കുമരുന്നുകളിൽ ഒന്നാണ്. വൺ ഓഫ് ദ മാരക മയക്കുമരുന്നുകളിൽ ഒന്നാണ് ഹെറോയിൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ എയർപോർട്ടിൽ നിന്നൊക്കെ ഹെറോയിൻ പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ സർക്യൂട്ടിൽ നിന്നും ഇത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് കേട്ടോ ഇത് വരുന്നത്. ഇന്ത്യയിൽ നിന്നും അല്ല ഇത് വരുന്നത്. അപ്പോൾ അനധികൃതമായി ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ലോകത്തിലെ പ്രധാനപ്പെട്ട ഓപ്പിയം കൃഷി സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അഫ്ഗാനിസ്ഥാനാണ് ഇതിൽ ലോകത്തിലെ 1ാം സ്ഥാനത്ത്. ആഗോള ഉൽപ്പാദനത്തിന്റെ 80% അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. ലോകത്തിലെ 80% ഓപ്പിയവും അവിടെ നിന്നാണ്. താലിബാൻ ഭരണകൂടം പോലും ഈ കൃഷിയിൽ വ്യാപൃതരാണ്. അവർ ഹെൽമന്ദ് പ്രവിശ്യയിലാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നീട് 2ാം സ്ഥാനം മ്യാൻമറിനാണ്. മ്യാൻമർ ആഗോള ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനം നിൽക്കുമ്പോൾ കുപ്രസിദ്ധമായ ഗോൾഡൻ ട്രയാങ്കിൾ മേഖല ഈ മ്യാൻമറിന്റെ ഈ ഭാഗത്താണ്. അവിടെ നിന്നാണ് ഇതിന്റെ ട്രേഡ് നടക്കുന്ന പ്രധാന സംഗമ ഭൂമികളിലൊന്നാണ്. അപ്പൊ ആ പ്രദേശത്താണ്. പിന്നെ ഒന്ന് മെക്സിക്കോയാണ്. നമുക്കറിയുന്ന പോലെ ഡ്രഗ് കാർട്ടലുകൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ചലച്ചിത്രങ്ങളിലൊക്കെ ഒരുപാട് വിഷയമായിട്ടുള്ള ഒന്നാണ് ഈ ഡ്രഗ് കാർട്ടലുകൾ. അപ്പം മെക്സിക്കോയിൽ വടക്കേ അമേരിക്കയുടെ ഏറ്റവും വലിയ ഉൽപ്പാദന കേന്ദ്രമാണ്. ഇതിനെതിരായിട്ടാണ് ഒരു പരിധിവരെ കുടിയേറ്റം, ഈ കടത്ത് തടയാൻ കൂടിയാണ് ട്രംപ് നമ്മളെ മറ്റേ മതിൽ പണിതത് വലിയ വിവാദമായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ തരത്തിൽ മെക്സിക്കോ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഉൽപാദനം എന്ന് പറയുന്നത് അനുവദനീയമായ തോതിൽ നിയമാനുസൃതമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ചുരുക്കൻ രാജ്യങ്ങളിലൊന്നാണ് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ലൈസൻസോടുകൂടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ.
അപ്പം മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് സർക്കാർ അനുമതിയോടുകൂടി ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. മെഡിക്കൽ ആവശ്യത്തിനായിരിക്കും, മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഓപ്പിയം സർക്കാരിന് നേരിട്ട് വിൽക്കണം എന്നാണ്. ആര് ഉൽപ്പാദിപ്പിച്ചാലും ലിമിറ്റഡ് ആയിട്ടുള്ള ഉൽപ്പാദനം സർക്കാരിന് അത് നേരിട്ട് വിൽക്കണം. നമ്മുടെ ഇവിടെ ചന്ദനം പിന്നെ കൃഷി ചെയ്യുന്ന പോലെ അത് വാങ്ങേണ്ടത് സർക്കാരാണ്. സർക്കാർ അത് വാങ്ങിയിട്ട് സർക്കാരാണത് വില കൊടുത്ത് വാങ്ങിയിട്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മറ്റു ഏജൻസികൾക്ക് അത് വിൽക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഈ ഇങ്ങനെ അനധികൃത വ്യാപാര കേന്ദ്രങ്ങൾ എവിടേക്കാ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡൻ ട്രയാങ്കിള് മ്യാൻമറിലും ലാവോസിലുണ്ട്. ഇത് തായ്ലൻഡിലെ ചില പ്രദേശങ്ങളിൽ ഈ അനധികൃത ഇത്തരത്തിലുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഈ വാർത്തയിലേക്ക് വന്നാൽ 60,000-ഓളം വരുന്ന ഓപ്പിയം ചെടികളാണ് ഈ വിദ്വാൻമാർ, ഈ ഇന്ത്യക്കാരായിട്ടുള്ള 4 പേര് കൃഷി ചെയ്തത്. ചെറിയ തോട്ടം, വലിയ തോട്ടമൊന്നുമല്ല. ഒരു കാനഡ എന്ന് പറയുന്നത് പിന്നെ പ്രജിത വലിയ വിസ്തൃതമായ വലിയൊരു രാജ്യമാണ്. എൻ്റെ ഒരുപാട് നിരവധി സുഹൃത്തുക്കൾ, നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ അവിടെയുള്ള സ്ഥലം. അവരൊക്കെ മിക്കവാറും എല്ലാ ദിവസവും തന്നെ വിളിക്കുന്ന ആളുകളൊക്കെ പറയുമ്പോൾ ഒരു ട്രക്ക് ഡ്രൈവർ ഉണ്ട്, എൻ്റെ ഒരു സാം എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. സാം നിരവധി വർഷങ്ങളായി അവിടെ എത്തിയിട്ട്. സാം ഇങ്ങനെ ട്രക്ക് ഓടിച്ചു പോകുന്നതിനിടയിൽ സാമു പറയും, റോബിൻജി ഞാനിപ്പോഴും ഈ കാനഡയുടെ പകുതി പോലും 20ഓളം വർഷമായി അവിടെ, കാനഡയുടെ പകുതി പോലും ഞാൻ കണ്ടിട്ടില്ല. വിദൂര ദേശങ്ങളിലേക്ക്, അത് അസാമാന്യ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, ഒട്ടും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങൾ. അപ്പോൾ ഈ നമ്മള് പിന്നെ പഞ്ചാബിൽ നിന്നൊക്കെ പോകുന്ന കൃഷിയിൽ താല്പര്യരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ അവിടെ പോയിട്ട് വലിയ അത്ഭുതങ്ങളാണ് ആ മണ്ണിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മലയാളികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവിടെ കുടിയേറ്റം നടത്തി കൃഷിയിലൊക്കെ ഏർപ്പെടാൻ കേട്ടോ. വലിയ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, പലരും അപൂർവമായിട്ടാണെങ്കിൽ മലയാളികളുടെ കമ്പനികളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് വലിയ സമ്പന്നര ഖലിസ്ഥാൻവാദികളൊക്കെ ഈ പറഞ്ഞ പഞ്ചാബികളിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള അവിടേക്കൊക്കെ ഈ പണം പോകുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പണം അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കരിഞ്ചന്തയിൽ കാനഡിയൻ പോലീസ് എഡ്മണ്ടിലെ പോലീസാണ് ഇത് കണ്ടെത്തിയത്. അവർ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അവർ നോട്ടമിട്ടുണ്ട്. ഇവർക്ക് എവിടെയോ പോപ്പി ചെടികൾ പൂക്കാൻ തുടങ്ങുന്നതിന്റെ ഒരു മണം ഇവരുടെ പിന്നെ വേട്ട നായ്ക്കൾക്കോ അല്ലെങ്കിൽ പോലീസ് നായ്ക്കൾക്കോ അല്ലെങ്കിൽ ഏജൻസികൾക്കോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിനോ ഒക്കെ കിട്ടിയിട്ടുണ്ടാവണം. വളരെ പിന്നെ എന്താ പറയുക, തന്ത്രപരമായിട്ട് ഇവരെ പിടികൂടുകയും ഈ ആൾക്കാരെ പിടികൂടുകയും വീടിന് പിന്നിലുള്ള കൃഷിയിടങ്ങളിലാണ് ഇത് ഉണ്ടായിരുന്നത്. 1,60,000 കരിഞ്ചന്തയിൽ വിലയുള്ള, അതുമുതൽ $5 ലക്ഷം വരെ കനഡിയൻ ഡോളർ വരെ വിലയുള്ള പോപ്പി ചെടികളാണ് പിടികൂടപ്പെട്ടത്. അപ്പോൾ 1.3 കോടി മുതൽ 4 കോടി രൂപ വരെ ഇതിന് മാർക്കറ്റ് പ്രൈസ് വരും. അപ്പൊ എഡ്മണ്ട് പോലീസ് ആണ് ഇത് അറിയിച്ചത് നമ്മളെ. അപ്പം ഈ പരിശോധനയിൽ ഉണക്കിയ പോപ്പിക്കായകൾ പൊടിച്ച ചായ രൂപത്തിൽ ഉപയോഗിക്കുന്ന, അത് വളരെ രസകരമാണ്. ഉണക്കിയ പോപ്പിക്കായകൾ പൊടിച്ചിട്ട് അതിന്റെ കറയെടുത്തിട്ടല്ല, മറ്റൊരു പരിപാടിയാണ്. അങ്ങനെ ചായ രൂപത്തിൽ ഉപയോഗിക്കുന്ന സോഡാ പൗഡർ എന്നൊരു സാധനമുണ്ട്. സോഡാ പൗഡർ, ഈ സോഡാ പൗഡർ അത് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ തെളിവിനായിട്ട് ഇവർ കണ്ടെത്തിയിരിക്കുന്നു. അപ്പം പിന്നെ ഇത്തരം കൃഷികൾ അപൂർവമാണ് കാനഡയിൽ. ഇതിങ്ങനെ നടാടെ ഉണ്ടായതാണ്. അവിടെ അങ്ങനെ പതിവില്ല. അതാണ് അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഒരു പതിവില്ലാത്ത കാര്യം പോയിട്ട് നമ്മുടെ ഇന്ത്യൻ ചങ്ങാതിമാരായിട്ട് അവിടെ പോയിട്ട് തുടങ്ങി വെച്ചു എന്നുള്ളതാണ്, നാണക്കേട് ഉണ്ടാക്കി എന്നുള്ളതാണ്. അവർ ചിലപ്പോൾ ഹിസ്റ്ററിയിൽ ഇപ്പോൾ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ ഓപ്പിയം പോപ്പി ചെടികളെല്ലാം കൂടെ നട്ട ഈ ചങ്ങാതിമാരുടെ പേര് എന്ന് പറയുന്നത് സുഖ്ദീപ് ധാനോവ എന്നാണ്. 42 വയസ്സുകാരനാണ് ഇയാൾ. മറ്റൊരു വിദ്വാന്റെ പേര് സന്ദീപ് ദണ്ഡിവാൾ എന്നാണ്. അയാൾക്ക് 33 വയസ്സേ ഉള്ളൂ. ഗുർദീപ് സിംഗ് അദ്ദേഹം 30 വയസ്സുകാരനാണ്. കുൽവിന്ദർ സിംഗ് ആണെങ്കിൽ 40 വയസ്സേ ഉള്ളൂ. ഇവരൊരു ചെറുപ്പക്കാരാണ്. ഇവരൊരു പക്ഷെ കാനഡിയൻ പൗരന്മാരായിട്ട് ഇപ്പം അവിടെ വന്ന് ജനിച്ച ആളുകളാവാം ഒരുപക്ഷെ, അല്ലെങ്കിൽ ഈ കുടിയേറിയ ആളുകളാവാം, എങ്ങനെയാവാം, അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും അമിത ഉപയോഗം, ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളുടെ അമിത ഉപയോഗവും ദുരുപയോഗവും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമല്ല ഈ കാനഡിയൻ ഗവൺമെന്റ് ഈ ഒരു കാര്യം കണ്ടെത്തിയതും അതിനെ നിരോധിച്ചു വച്ചിരിക്കുന്നതും. ഇത് പിന്നെ മറ്റ് ഈ നേരത്തെ പറഞ്ഞുള്ള ഡ്രഗ് കാർട്ടലുകൾ പ്രവർത്തിക്കുന്ന മറ്റു രാജ്യങ്ങൾ, അഫ്ഗാൻ പോലെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങൾ പോലെ ആ ഒരു മെക്സിക്കോ പോലുള്ള ഒരു മുദ്ര കുത്തപ്പെടുന്ന ഒരു രാജ്യമായിട്ട് കാനഡ മാറുക എന്ന് പറഞ്ഞാൽ അവരുടെ പോളിസിക്കൊക്കെ നിരക്കാത്ത കാര്യമാണ്, ഒരിക്കലും നിരക്കാത്ത കാര്യം. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ അത് ചെയ്യാത്തത്? ഇന്ത്യ അത് വളരെ കർശനമായിട്ട് അതിനെ നിയന്ത്രിച്ചു തന്നെയാണ്. ഇന്ത്യയുടെ മണ്ണിൽ ഈ പോപ്പി ചെടികളൊക്കെ ഇഷ്ടംപോലെ വളരുന്ന മണ്ണൊക്കെയാണ് അല്ലേ? പക്ഷെ അനുവദിക്കില്ല ഇന്ത്യ. ഇവിടെ ഒരു വിഷച്ചെടിയും വളരാൻ നമ്മൾ അനുവദിക്കില്ല. അത് ആശയമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും എന്ത് തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളാണെങ്കിലും പോപ്പി ചെടിയാണെങ്കിലും അതിന്റെ തല വെട്ടിക്കളയും. ഈ തല വെട്ടിക്കളയുന്നതിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഈ പോപ്പി ചെടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട തലവെട്ടുമായിട്ടൊരു ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു വാക്കുണ്ട്, പോപ്പി
ടോൾ പോപ്പി സിൻഡ്രോം എന്നൊരു വാക്കുണ്ട്. ടോൾ പോപ്പി സിൻഡ്രോം. ടോൾ പോപ്പി സിൻഡ്രോം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ വളരുന്നതിൽ നിന്നും അയാളെ തടയാനായി മറ്റൊരാൾ ഒന്നിലധികം സംഘങ്ങളോ അയാളെ തടയുക, അല്ലെങ്കിൽ അയാളെ തല വെട്ടിക്കളയുക, അയാളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഉണ്ടായതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ന്യൂസിലാൻഡിലെ പഴയ കാലത്ത് ഒരു രാജാവ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു രാജാവ്, അവിടെ ന്യൂസിലാൻഡിൽ ഒരു സംഗതി ഉണ്ടായിരുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള വിജയങ്ങൾ ഉണ്ടാവുന്ന ആളുകൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്ന മെമൻറ്റോ ഒക്കെ ഇപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ വേറെ ചില പ്രദേശങ്ങളിൽ ഒലീവ് പൂക്കൾ കൊടുക്കും, ഒലീവ് ഇലകൾ കൊടുക്കും, അറിയാമല്ലോ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ടോൾ പോപ്പി, വലിയ പൂക്കൾ, ഈ കറുപ്പിന്റെ പൂക്കളല്ല, പകരം ആ ഇനത്തിൽപ്പെട്ട നല്ല ഭംഗിയുള്ള, അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ ടോൾ പോപ്പി പൂക്കളെ നോക്കി അറിയാം, നല്ല ഭംഗിയാണ് കാണാൻ. ചുവന്ന നല്ല ആമ്പൽ പോലെ, കൂമ്പി നിൽക്കുന്ന ആമ്പൽ പോലെ ഇങ്ങനെ പ്രാർത്ഥനാപൂർവ്വം മുകളിലേക്ക് നോക്കി നിൽക്കുന്ന പോപ്പി ചെടികളുണ്ട്. വലിയ തണ്ടാണ്, താമരത്തണ്ട് പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കും, തലയുയർത്തി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ പൂക്കള് കട്ട് ചെയ്തെടുത്തിട്ട്, ഈ പൂക്കളുടെ തണ്ടോടുകൂടി കട്ട് ചെയ്തെടുത്തിട്ട് അത് വിജയിച്ചവർക്ക് ഒന്നിലധികം കെട്ടായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്, ബണ്ടിലായിട്ട് കൊടുക്കുക. അത് വലിയൊരു ചിഹ്നമായിരുന്നു, അത്ര പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ ഒരു രാജാവ് തൻ്റെ വാർഫീൽഡിലേക്ക് അയച്ച മകന് ഒരു സന്ദേശം കൊടുക്കണം. മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവാനും പാടില്ല, ശത്രുവിന്റെ തല കൊയ്യണം എന്ന് തന്നെയാണ് സന്ദേശം. അതിന് അദ്ദേഹം സ്വീകരിച്ച വഴി എന്താണെന്ന് വെച്ചാൽ, ഈ ടോൾ പോപ്പി പൂക്കൾ പറിച്ചെടുത്തിട്ട് അതിന്റെ തല കട്ട് ചെയ്ത് തണ്ട് മാത്രം കെട്ടി ഒരുമിച്ച് കൊടുത്തയച്ചു. ഇത് കണ്ട മകന് സന്ദേശം വ്യക്തമായി, ശത്രുവിന്റെ തല കൊയ്യണം. അങ്ങനെയാണ് ലോകത്ത് ടോൾ പോപ്പി സിൻഡ്രോം ഉണ്ടായത്, വളരുന്നവന്റെ തല കൊയ്യുക എന്ന അർത്ഥത്തിൽ ഉണ്ടായത്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ടോൾ പോപ്പികൾ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ടായി വരുന്നത് നമുക്ക് അപകടമാണ്. അത് വേറൊരു രാജ്യത്താണെങ്കിലും, കാനഡയുടെ മണ്ണിലാണെങ്കിലും സൗഹൃദമുള്ള ഒരു രാജ്യമാണ്. അത് ഇന്ത്യക്കാർ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ളത് അതിന് മലയാളികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. എങ്കിലും കാനഡയുടെ നിയന്ത്രിത മയക്കുമരുന്നുകളും വസ്തുക്കളും നിയമത്തിലെ കൺട്രോൾഡ് ഡ്രഗ് ആൻഡ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം, ആക്ട് സെക്ഷൻ 7 പ്രകാരമാണ് ഇവരുടെ പേരിൽ ഉൽപാദനം കൈവശം വെച്ചു. ഇത്തരം എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമ്മളെ മറ്റേ സോഡയുണ്ടല്ലോ, സോഡാപ്പൊടി, നേരത്തെ പറഞ്ഞില്ലേ, ആ കറുപ്പ് പൊടിച്ചെടുത്തിട്ടുള്ള സോഡാപ്പൊടി. ഇനി ഇവിടെ ആരും കറുപ്പിന്റെ കായം നിർത്തി സോഡാപ്പൊടി ഒന്നും കഴിക്കാതിരുന്നാൽ മതിയായിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിന്റെ മുകളിലാണ് ഈ കേസ് വന്നിരിക്കുന്നത്. അവരുടെ മുകളിൽ നടപടി ഉണ്ടാവണം. നമുക്ക് ഇത്തരത്തിൽ നോക്കുമ്പോൾ ഇത്തരത്തിൽ ടോൾ പോപ്പി സിൻഡ്രോം നടത്തുന്ന ഈ അർത്ഥത്തിൽ ചെയ്യുന്ന ആളുകളുടെ മുകളിലുള്ള ആ പോപ്പി തല, ആ പുഷ്പത്തിന്റെ തല വെട്ടുമാറ്റ പോലെ അത് വെട്ടിമാറ്റപ്പെടേണ്ടതാണ്. തല എന്ന് വിവക്ഷിക്കുന്നത് തലയല്ല, തല ഒരു സിംബോളിക് ആയിട്ടുള്ള കാര്യമാണ്, ഒരു ചിന്തയാണ്. അത്തരത്തിലുള്ള ശ്രമങ്ങളാണ് വെട്ടിമാറ്റപ്പെടേണ്ടത്. തീർച്ചയായിട്ടും ഇതൊരു ഉണർത്തുപാട്ടാണ്. കാനഡയിൽ പോലീസ്, എഡ്മണ്ടിലെ പോലീസ് നടത്തിയ ഈ സേവനങ്ങൾ അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. ഇന്ത്യക്കാരായാലും ആരായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ഇവിടുന്ന് പോകുന്ന കുട്ടികൾക്ക്, എമിഗ്രൻസിന് ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അവിടുത്തെ സംസ്കാരവുമായിട്ട് ലയിച്ചു ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളുടെ ഒക്കെ ഉപയോഗത്തിന് വഴിമരുന്നിടാനോ അല്ലെങ്കിൽ അതിൽ ഭാഗമാക്കാനോ ഇത്തരം കൃഷിയിൽ ഏർപ്പെടാനോ നിർമ്മാണത്തിൽ ഏർപ്പെടാനോ ഒക്കെ പാടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ട് ഈ വാർത്ത, ബിസിനസ് സ്റ്റാൻഡേർഡിന്റെ ഈ വാർത്ത നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.